Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആരെങ്കിലും ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹായ് പറയുമോ? Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Praise the Lord. ലോകം വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനേക ആളുകൾ രോഗത്താൽ ആശുപത്രിയിലായിരിക്കുന്നു. മറ്റനേക പ്രിയപ്പെട്ടവർ മരണം വഴിയായി ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുന്നു. ആർക്ക് എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ പലരും ഭീതിയുടെ നിഴലിലായിരിക്കുമ്പോൾ നീ നല്ല സമയം ജീവനോടെ നിർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഈ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ഒരുക്കി തന്ന അതിന്റെ പ്രിയപ്പെട്ടവർക്ക്, ദേവദാസന്മാർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. നമ്മളെ കരുതുന്ന ഒരു ദൈവത്തെ, ഹല്ലേലൂയ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയും ഈ സമയം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നല്ലത് മാത്രം കരുതി വെക്കുന്ന ആ നല്ല കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. എന്നെ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ ആനന്ദത്തിൽ അശ്രു പൊഴിഞ്ഞിടുന്നു. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളല്ല നന്ദിയാൽ പാടിടും. ഹല്ലേലൂയ. 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 നിറഞ്ഞിടുന്നു എന്നെ നടത്തുന്ന വിധങ്ങളോർത്താ ആനന്ദത്തിന് പൊഴിഞ്ഞിടുന്നു എന്നെ കരുതുന്ന വിധങ്ങളോർത്താ
നന്ദിയാലുള്ള നിറഞ്ഞിടുന്നു. എന്നെ നടത്തുന്ന വിധങ്ങളോർത്ത ആനന്ദത്തിന് സുപൊഴിഞ്ഞിടുന്നു. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെയ നന്ദിയ പാടിടും. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയ പാടിടും. ഞാൻ താണീടാതൻ പാദമോരത്തുള്ള പാറയിൽ നിർത്തി പാടാൻ പോതോ ഗീതം നാവിൽ തന്നു. പാടും സ്തുതികളെന്നെ യേശുവിനെ. പാപക്കോടിയിൽ ഞാൻ താണീടാതൻ പാദമോരത്തുള്ള പാറയിൽ നിർത്തി പാടാൻ പോതോ ഗീതം നാവിൽ തന്നു. പാടും സ്തുതികളെന്നെ യേശുവിനെ. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയ പാടിടും. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയ പാടിടും. Praise the Lord. Hallelujah. കർത്താവ് നമ്മളെ കരുതുന്ന വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ദൈവസ്നേഹം എത്ര വലുതെന്ന് Praise the Lord തിരിച്ചറിയുന്ന ദൈവമകൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രത്തോടെ ആയിരിക്കാൻ. പാപത്തിൽ കിടന്ന മാനവജാതിയെ രക്ഷിക്കുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന നല്ല കർത്താവിനെയാണ് ഇന്ന് പകൽ പാടിയത്. ആ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്ധ്യാസമയം ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആ കർത്താവിനെ തിരിച്ചറിയുവാൻ ഈ ലൈവ് ഒരു മുഖാന്തരമായി മാറട്ടെ.
കർത്താവല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആശ്രയിപ്പാൻ ആരുമില്ല. കർത്താവല്ലാതെ നമ്മെ സ്നേഹിക്കുവാൻ, ഈ ലോകത്ത് കർത്താവിനെ പോലെ സ്നേഹിക്കുവാൻ മറ്റാരുമില്ല. സ്വന്തം ജീവനെ തന്ന് സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹം സന്തോഷത്തിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖത്തിന്റെ അവസ്ഥയിലും നമ്മെ ഒരുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാണ്. പലരും സന്തോഷത്തിൽ കാണുമെങ്കിലും ജീവിതത്തിൽ നേരിടുന്ന സങ്കട അവസ്ഥയിൽ പലരും കൈവിട്ട് മാറിക്കളയുമ്പോൾ നമ്മളെ കൈവിടാത്തവനായി നമ്മളെ വഴി നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ യേശു ക്രിസ്തുവാണ്. இந்த പകലിൽ ആ അർത്ഥം വിവരിക്കുന്ന ഒരു ഗാനം പ്രിയ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. ഉമ്മയല്ലാമൽ എനിക്ക് യാരുണ്ട്, ഉമ്മയല്ലാമൽ എനിക്ക് യാരുണ്ട്, എന്നെ യേശയ്യ നീ മാത്രം, ഇമ്പത്തിലും തുമ്പത്തിലും അങ്ങ് മാത്രമാണ്. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഗാനം ഇപ്പോൾ പ്രിയ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. Praise the Lord.
Praise the Lord. Hallelujah. Praise the Lord. Hallelujah. കർത്താവല്ലാതെ ആശ്രയിപ്പാൻ ആരുമില്ലെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പലരും കൈവിട്ട് മാറി നടന്നപ്പോൾ ജീവിതത്തിൽ നേരിട്ട പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പലരും സഹായിക്കാതെ നടന്നു നീങ്ങിയപ്പോൾ ആരും അറിയാതെ ജീവിതത്തിന്റെ വേദനകൾ കണ്ട് സഹായിക്കുവാൻ കടന്നു വന്നെങ്കിൽ അതിന് ഈ സമയം ഈ വൈകിയ വേളയിൽ ഉറപ്പോടെ പറയുവാൻ കഴിയും, അത് ഞങ്ങളുടെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിനെ ആശ്രയിച്ചവരാരും ലജ്ജിതരായിട്ടില്ല. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവിനെ നോക്കി ഇറങ്ങിയിട്ട് ആരും ലജ്ജിച്ചു പോവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇന്നയോളം ബലത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നടത്തിയ ഒരു ദൈവത്തെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ആ കർത്താവിനെ അറിയാത്തവരാരെങ്കിലും നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ പരിഹരിക്കുവാൻ കഴിയാത്ത പല മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മുൻപോട്ട് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കുമെന്ന് ചിന്തിച്ച് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ സഹായകനായി ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവം. ആ സമയത്തൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സ് പ്രയാസപ്പെടാറുണ്ട്, പതറിപ്പോകാറുണ്ട്. എന്തു ചെയ്യും? ചിലരൊക്കെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന പല പ്രശ്നങ്ങളും വരുമ്പോൾ, ചിലരൊക്കെ മറ്റു പല മാർഗങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിന്റെ മനസ്സിളകാതെ നിന്നോട് കൂടെ അന്ത്യത്തോളം നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആ നല്ലൊരു കർത്താവിനെ പാടി സ്തുതിക്കുവാൻ തന്ന നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: നിൻ മനം ഇളകാതെ, നിൻ മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ, നിന്മനം പതരാതെ, നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ, നിന്മനം പതരാതെ, നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോകുമെന്നല്ല പറഞ്ഞത്, അന്ത്യത്തോളം മരണം വരെ ഞാനുണ്ട് നിന്റെ കൂടെ എന്നരുളി ചെയ്ത ഒരു നല്ല കർത്താവിനെയാണ് ഇന്ന് സന്ധ്യയിൽ പാടുന്നത്. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയൊന്നും ഞാനുണ്ട് അന്ത്യം വരെ. അവസാനത്തോളം കൂടെ ഇരുന്ന് കൈപിടിച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെ ഇന്ന് പകലിൽ നമുക്ക് പാട്ടോടെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഞാനേറ്റം വളഞ്ഞിടുമ്പോ കണ്ണുനിൻ കണ്ടവനിൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വളഞ്ഞിടുമ്പോ കണ്ണുനീർ കണ്ടവനും കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ, നിന്മനം പതരാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ, നിന്മനം പതരാതെ, നിന്നോട് കൂടെയെന്നും
അന്ത്യം വരെ. ഇരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതി കുശിന്നിടയിൽ നിനക്കാ കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതി കുശിന്നിടയിൽ നിനക്കാ നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കാലങ്ങൾ കാത്തിടോ കാന്താനിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല. കാലങ്ങൾ കാത്തിടോ കാന്താനിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. Praise the Lord. Hallelujah. Praise the Lord.
കർത്താവ് അന്ത്യത്തോളം കൂടിയിരിക്കുന്നവൻ, കർത്താവ് നമ്മളെ അന്ത്യത്തോളം കൂടിയിരുന്ന് വിശ്വസ്തയോടെ വഴി നടത്തുന്നവൻ. ഹല്ലേലൂയ. നമ്മളെ നടത്തുന്ന നല്ലൊരു കർത്താവിന് ഈ നല്ല സമയം പാടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ജീവനോടെ കർത്താവ് നമ്മളെ ശേഷിപ്പിച്ചത്, ദൈവം ഈ ഭൂമിയിൽ ജീവനോടെ നമ്മളെ ഇവിടെ നിർത്തിയതിന് കാരണം കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ. ഇന്ന് പകലിൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. ഉറച്ചു നിൽക്കാമെന്നും അല്ലെങ്കിൽ കുറച്ചു വർഷങ്ങൾ കൂടെ ഞങ്ങൾ പിടിച്ചു നിൽക്കുമെന്നുമൊക്കെ പറഞ്ഞ് വലിപ്പം പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവരൊക്കെ അടിപതറിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാവുന്നു. ശ്വാസം പോയി കഴിഞ്ഞാൽ അവൻ ഏതുമില്ല. എന്നാൽ ആരും അത് ചിന്തിക്കുന്നില്ല. മറിച്ച് തങ്ങൾക്ക് ലഭിച്ച ആ സുഖത്തിൽ, തങ്ങൾക്ക് ലഭിച്ച ആ പണത്തിൽ അഹങ്കരിക്കുകയും ദൈവത്തെ പോലും മറന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യം കാണുന്നു: അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. കർത്താവിന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ കർത്താവിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന പ്രസാദം ജീവിത അവസാനം വരെയും, മാത്രമല്ല തുടർന്നുള്ള നിത്യത വരെയും അതിന്റെ ഫലം കാണുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിന്റെ കോപം ക്ഷണനേരം മാത്രം. എന്നാൽ ആ കോപത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു മാനവജാതിയെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഈ ഭൂമിയെ മുഴുവൻ, ആകാശത്തെയും അതിലെ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒറ്റ വാക്കിൽ ഉളവാക്കിയ സർവശക്തനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, സർവബലവാനായിരിക്കുന്ന ആ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു മാനവ ജാതി, മാനവ സമൂഹം. കുറച്ചുപേരൊക്കെ ദൈവത്തിന്റെ വലിപ്പത്തെ അറിഞ്ഞ്, ദൈവത്തിന്റെ പ്രവൃത്തി അറിഞ്ഞ് ജീവിക്കുമ്പോൾ അധികം പേരും ദൈവത്തെ അറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ തങ്ങൾക്ക് കിട്ടിയ സുഖത്തിൽ മതിമറന്ന് ജീവിക്കുന്ന ഒരു കാഴ്ച. വചനം പറയുന്നു, ദൈവത്തിന്റെ കോപം ഏറ്റുവാങ്ങിയാൽ ജീവിതത്തിൽ പിന്നെ നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കോപം നീ ഏറ്റുവാങ്ങിയാൽ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. എന്നാൽ ഒന്നോർക്കുക, ആ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. നാം ചെയ്ത പാപത്തിൽ നിന്ന് അതിനെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് മടങ്ങി വരുമെങ്കിൽ ഒരു നിത്യത ദൈവം നിനക്കായി വെച്ചിരിക്കുന്നു. അതാണ് പറയുന്നത്, ആ ദൈവത്തിന്റെ കോപം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയെങ്കിൽ അതിന്റെ പരിണിത ഫലം വളരെ വലുതാണ്. അതൊരിക്കലും ആരെ കൊണ്ടും മാറ്റുവാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിന്റെ പ്രസാദം ജീവിത അവസാനം വരെയുള്ളതാണ്. ആ ജീവിത അവസാനം മാത്രമല്ല, അതിന്റെ നിത്യജീവനും കാരണമായി അതിന്റെ പരിണിത ഫലങ്ങളിലേക്ക് ചെന്ന് ചേരുവാനായിട്ടിടയായിത്തീരും. ലോകം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ബൈബിളിൽ ഒരു സംഭവം വിവരിക്കുന്നു. നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പെട്ടകം ഉണ്ടാക്കുവാനായിട്ടിടയായി തീർന്നു. ലോകത്തിലെ ജനങ്ങൾ മുഴുവനും പാപത്തിൽ അധീനരായി ദൈവത്തെ പോലും മറന്നുകൊണ്ട് ജീവിച്ച ആ അവസരത്തിൽ നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ
ദൈവം വിളിക്കുവാനായിട്ടിടയായി. ആ നോഹയ്ക്ക് തന്റെ കൃപ കൊടുത്ത് നോഹയോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു വലിയ മഹാമാരി, ഒരു വലിയ മഴ പെയ്യ്ക്കാൻ തുടങ്ങി. സകല ജീവജാലങ്ങളും അതിൽപ്പെട്ട് മരണമടയും, ചത്തുപോകുവാനിടയായിത്തീരും. എന്നാൽ ഒരു പെട്ടകമുണ്ടാക്കുക, നീ അതിനുള്ളിൽ കിടക്കുന്നവർ രക്ഷപ്പെടും. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച നോഹ, ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹ ആ പെട്ടകം പണിയുവാനായിട്ടിടയായിത്തീർന്നു. ആണും പെണ്ണുമായി ജീവനുള്ള സകല ജീവികളെയും അതിലേക്ക് വിളിച്ചു വരുത്തുവാനിടയായിത്തീർന്നു. ദൈവം പറഞ്ഞ അളവിനനുസരിച്ച്, ദൈവം പറഞ്ഞ പൊക്കത്തിനനുസരിച്ച് പെട്ടകം നിർമ്മിക്കുവാൻ നോഹയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ പെട്ടകത്തിൽ കയറിയ എല്ലാ ജീവികളും, പക്ഷെ മനുഷ്യരാരും കയറിയില്ല. കയറിയത് നോഹയും തന്റെ കുടുംബവും. അങ്ങനെ ആകെ 8 പേർ, നോഹയും ഭാര്യയും മക്കളും. അവർ രക്ഷപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിൽ വൻ മഴ പെയ്യുവാനായിട്ടിടയായി. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നോഹ എന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വൻ മഴ പെയ്യുവാനായിട്ടിടയായിത്തീർന്നു. പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത മഴ. ആ മഴയിൽ സകല മനുഷ്യരും ചത്തൊടുങ്ങുവാനിടയായിത്തീർന്നു. എന്നാൽ പെട്ടകത്തിനകത്ത് കയറിയ ജീവജാലങ്ങളും നോഹയുടെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കർത്താവ് രക്ഷ എന്നൊരു പെട്ടകം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ആ പെട്ടകത്തിനുള്ളിൽ കയറിയാൽ നീ രക്ഷപ്പെടും. ആ പെട്ടകത്തിനുള്ളിൽ കിടന്നാൽ നിന്റെ ജീവിതത്തിനാകെ മാറ്റമുണ്ടാകും. ആ പെട്ടകത്തിനുള്ളിൽ കിടന്നാൽ നിന്റെ ജീവിതത്തിൽ സമാധാനം വരും. ആ പെട്ടകത്തിനുള്ളിൽ കിടന്നാൽ നിന്റെ ജീവിതത്തിൽ സന്തോഷം വരും. ചില താൽക്കാലിക സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഇപ്പോൾ പലവിധ മാർഗങ്ങൾ നീ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ രക്ഷ എന്ന ഒറ്റ മാർഗം നീ ഉപയോഗിച്ചാൽ നിന്റെ ജീവിതം അപ്പാടെ മാറി മറിയും. ഇന്നുവരെ കാണാത്ത ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നിനക്ക് സഹായിക്കും. ആ പെട്ടകത്തിലേക്ക് കയറിയാൽ നിന്റെ ജീവിതം മാറുകയാണ്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചത് കൊണ്ട് നോഹ പെട്ടകം പണിയുവാനിടയായി. അതിലേക്ക് ദൈവം പറഞ്ഞതിന് പ്രകാരം പെട്ടകത്തിനകത്ത് കയറിയവർ രക്ഷപ്പെടുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന്റെ കോപമിറങ്ങിയ പല സംഭവങ്ങളും നാം കാണാറുണ്ട്. തിരിഞ്ഞൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യനത് തിരിച്ചറിയുന്നില്ല. ഈ ഭൂമി എങ്ങനെ ഉണ്ടായി, ആകാശം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഈ ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങൾ എപ്രകാരം ഉളവായി എന്നുപോലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നു. വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ പലപ്പോഴും ഇതെങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് അവന്റെ ബുദ്ധി കൊണ്ട് അളക്കുമ്പോൾ, ഈ നല്ല സമയത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ബുദ്ധിക്കപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ടെങ്കിൽ അത് ജീവനുള്ള ദൈവത്തിന്റെ കരമാണെന്ന് ഇന്ന് ഈ സമയത്ത് വിളിച്ചു പറയുകയാണ്. ആയതിനാൽ ആ രക്ഷയുടെ പെട്ടകത്തിൽ കയറുവാൻ, ആ രക്ഷയുടെ പെട്ടകത്തിൽ കയറി രക്ഷ നേടുവാൻ ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഈ പെട്ടകത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പെട്ടകത്തിൽ കടന്നാൽ നിന്റെ ജീവിതത്തിന് സമൂലം മാറ്റം വരികയാണ്. നിന്റെ കുടുംബ ബന്ധങ്ങൾക്കൊരു മാറ്റം വരികയാണ്. ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് മേഖലകളിൽ ദാമ്പത്യ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം മൂല കാരണം ദൈവമില്ലാത്തതാണ്. ദൈവത്തെ കൂടാതെയുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല ഈ ഭൂമിയിൽ. അതിനായിട്ട് മനുഷ്യൻ പല ദൈവങ്ങളെ വിളിക്കുന്നു, പല മാർഗങ്ങൾ തേടുന്നു. സത്യമേതെന്ന് തിരിച്ചറിയാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാൽ ദൈവത്തിന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. യേശുവാകുന്ന പെട്ടകത്തിൽ, രക്ഷയാകുന്ന പെട്ടകത്തിൽ കയറുവാൻ നിങ്ങളേവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ പാപത്തിന്റെ പടുകുഴിയിൽ
ആർക്കും വേണ്ടാതെ കടന്ന ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ കർത്താവിന്റെ സ്നേഹം എത്ര വലുതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അതിലും തുറന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പാട്ടുകാരൻ പ്രകാരം പറയുന്നു, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അടിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറിയും. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറിയും. ഇന്ന് കാണുന്ന ലോകവും അതിനുള്ളതെല്ലാം ഒരു വലിയ നാശത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, എന്നാൽ അഴിഞ്ഞിടാത്ത, നശിച്ചു പോകാത്ത വലിയൊരു നിത്യത നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പ്രത്യാശയോടെ നമുക്ക് ഒരു ഗാനത്തിന്റെ പല്ലവികൾ ഏറ്റുപാടാം. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാൻ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാൻ നാം നിത്യതയിൽ മറയും. ഈ പാട്ടറിയാവുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. കാലമെല്ലാം കഴിയും, ഇത് കാണുന്നതെല്ലാം അടിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഹല്ലേലൂയ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമിനി നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമിനി നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും, കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരേ, സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരേ, വന്നു ബന്ധിതരാക്കിയ ധർമ്മികളും അവർ തങ്കം വരുത്തിടുവാൻ, വന്നു ബന്ധിതരാക്കിയ ധർമ്മികളും അവർ തങ്കം വരുത്തിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമിനിയും
നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം അഴിയും പിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും പിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഹല്ലേലൂയ. പിന്നെ പുതുയുഗം പിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. വേഗത്തിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയാണ്. ഒരു രാജാവ് തന്റെ മന്ത്രിയോട് പറഞ്ഞു, എന്റെ ഭരണം മുൻപോട്ട് നീങ്ങണമെങ്കിൽ ജീവിതത്തിൽ ഓരോ പ്രതീക്ഷകൾ വേണം, ഇല്ലെങ്കിൽ എന്റെ ഭരണം എനിക്ക് മടുക്കും. അതുകൊണ്ട് അതിന് തക്കതായിട്ട് എന്തെങ്കിലും നീ ചെയ്യണം. ആ മന്ത്രി അത് ശിരസ വഹിച്ചുകൊണ്ട് വെളിയിലേക്ക് പോയി. മന്ത്രി എത്ര ആലോചിച്ചിട്ടും ഒരു പോംവഴിയും കിട്ടിയില്ല രാജാവിന്റെ ഭരണത്തെ ഉത്സാഹപ്പെടുത്തുവാൻ. ഓരോ ദിവസവും പ്രതീക്ഷ കൊടുക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നോർത്ത് ചിന്തിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അദ്ദേഹം വലിയൊരു ബോർഡ് എഴുതി, അതായത് വലിയൊരു തുണിയെ വലിയൊരു വാചകം എഴുതിക്കൊണ്ട് രാജാവിന്റെ സിംഹാസനത്തിന്റെ നേരെ ഫ്രണ്ടിൽ കൊണ്ടുപോയി തൂക്കുവാനിടയായി. രാജാവ് നോക്കിയാൽ ആ എഴുതിയിരിക്കുന്ന വാചകം കാണുവാനിടയായിത്തീരും. രാജാവ് വന്ന സിംഹാസനത്തിലിരുന്നു. അതിനുശേഷം മന്ത്രി എഴുതി വെച്ചിരിക്കുന്ന വാചകത്തിലേക്ക് നോക്കുവാനിടയായി. ആ വാചകം നോക്കിയതും രാജാവിന് വളരെയധികം പ്രതീക്ഷ തോന്നുവാനിടയായി, ഉത്സാഹം തോന്നുവാനിടയായി തീർന്നു. എന്താണ് ആ വാചകം എന്നത്? ഇത് വേഗം തീരും, ഇത് വേഗം തീരും എന്നൊരു വാചകം മന്ത്രി എഴുതി രാജാവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ തൂക്കുവാനിടയായി തീർന്നു. അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ മന്ത്രി പ്രകാരം പറഞ്ഞു, രാജാവേ, അങ്ങിപ്പോൾ ഭരിക്കുന്ന ഈ ഭരണം അത് സന്തോഷത്തിന്റെയാണ്, സമൃദ്ധിയുടേതാണ്, രാജ്യത്തിനും വേറൊരു പ്രശ്നങ്ങളുമില്ല. എന്നാൽ ഒന്ന് ഓർക്കുക, അത് വേഗം തീരും, ഇത് വേഗം തീരും. ഈ ഭരണം എത്രയും വേഗം അവസാനിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം, ക്ഷാമമുണ്ടാകാം, രോഗമുണ്ടാകാം, നിനക്കൊരു തകർച്ച വന്നെന്നിരിക്കാം. ഓർക്കുക, ഈ സമ്പൽ സമൃദ്ധമായ ഒരു ഭരണം വേഗം തീരും. വീണ്ടും നിനക്ക് ദുഃഖകരമായ ഒരു ഭരണമാണുള്ളതെങ്കിൽ ഓർക്കുക, അതും വേഗം തീരും. ഓർക്കുക, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന മഹാമാരി എന്ന മാരക രോഗം ശ്രദ്ധിക്കുക, വേഗം തീരും. അങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ അകത്തളത്ത് വ്യാപരിക്കട്ടെ. അങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ മഹാമാരി വേഗം കഴിയും. എന്നാൽ അതിനപ്പുറം എന്ത് എന്നൊരു ചോദ്യം നമുക്കുണ്ട്. ദൈവത്തെ അറിയുക, സർവ്വതും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ തിരിച്ചറിയുക. ആ ദൈവത്തെ തിരിച്ചറിയുവാൻ ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സർവവും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, ഇന്ന് പകലിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതോർത്ത് നന്ദി പറയുന്നു.
കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ ഈ ശബ്ദം ശ്രവിച്ച ദൈവസ്നേഹത്തെ കുറിച്ച്, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പാടുവാൻ കഴിഞ്ഞല്ലോ. ഞങ്ങൾ ഈ ശബ്ദം ശ്രവിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കർത്താവിനെ അറിയാത്തവർ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണം. അവരെ വഴി നടത്തി പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ചിന്ത കൊടുത്തുകൊണ്ട് രക്ഷയാണെന്ന പട്ടണത്തിലേക്ക് കയറുവാൻ അവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അവരുടെ കുടുംബജീവിതങ്ങളിൽ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ ഏവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവിക സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. യാതൊരു പ്രയാസങ്ങളുമില്ലാതെ, കറണ്ടിന്റെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ, നെറ്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ പ്രോഗ്രാം ചെയ്തെടുക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകിയല്ലോ. സർവ്വതും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന കൂട്ടായ്മയുടെ പ്രിയ അഡ്മിന്മാരായിരിക്കുന്ന ദേവദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു. ആമേൻ.